ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ആക്ച്വലി ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് വീക്കിലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആയിരിക്കും. 2-3 പ്രാവശ്യം ആഴ്ചയിലായിരിക്കും ഞാൻ ഹെയർ നനയ്ക്കുന്നത്. ബോഡി വാഷ് ചെയ്യും, എല്ലാ ദിവസവും ബോഡി വാഷ് ചെയ്യും. പക്ഷെ എൻ്റെ ഹെയറിന് സ്യൂട്ടബിൾ എന്നും ഹെയർ വാഷ് ചെയ്യുന്നത് അത്ര ഹെയറിന് നല്ലതല്ല. റിസർച്ചുകൾ പറയുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്നും ഹെയർ വാഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസെൻ്റ്ലി അല്ല, ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം തന്നെയാണ് തല നനയ്ക്കുന്നത്, തല കുളിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ സെൽഫ് കെയറിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഞാൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്യും. ലൈക്ക് ഞാൻ ഹെയറിൽ ഓയിലിംഗ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചെയ്യാറില്ല, എങ്കിലും ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ വീക്കിലി ട്രൈസ്, ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ഞാൻ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ വാഷ് ചെയ്യുന്ന എല്ലാ പ്രാവശ്യവും ഞാൻ തലയിൽ എണ്ണ തേക്കുന്നില്ല. മാക്സിമം ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജൊക്കെ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഹെയർ വാഷ് ഡേയിൽ ഞാൻ എന്തെങ്കിലും മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഇട്ടിട്ടായിരിക്കും വൈൻഡപ്പ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഓയിലിംഗ് ചെയ്യുന്നില്ല, പകരം ഒരു ഹെയർ മാസ്ക് ആണ് എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ഹെയർ മാസ്കിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സൂപ്പർബായിട്ടുള്ളൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഹെയർ മാസ്ക് ആയിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇത് ഗസ്? ഇത് മറ്റൊന്നുമല്ല, പഴം ഇതിൽ ചേർത്തിട്ടുണ്ട്, ഒരു മുട്ടയുടെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം, ലൈക്ക് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതെല്ലാവർക്കും അറിയാം, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഗൈസ്. സോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് വളരെ സൂപ്പർബായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ ഹെയറിലെ ഫോളിക്കിൾസിലൊക്കെ പോയിട്ട് ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സോ നേരത്തെ പറഞ്ഞു, നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. നിങ്ങൾക്ക് 2-3 ചേർക്കാം. ഞാനിവിടെ ഹെയർ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ചേർക്കാം. ഞാനിവിടെ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഓക്കെ, സോ ഞാനിതെൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുവാണ്. ഓക്കെ, ഹെയറിൽ ഈ സ്മാഷ്ഡ് ബനാന നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഇപ്പം നല്ല കട്ടി കുറഞ്ഞ ഹെയറൊക്കെ കാണും ചിലവർക്ക്. ഓക്കെ, ആ ഹെയറൊക്കെ കുറച്ച് നല്ല തിക്കാവാനും കുറച്ച് ഹെൽത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ബനാന. ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം യൂഷ്വലി എൻ്റെ ഹെയർ കളർ ചെയ്തുകൊണ്ട് കുറച്ചധികം നന്നായിട്ട് ഡ്രൈ ആവും പെട്ടെന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മാസ്ക് ആണ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഗ്രോത്തിനെയും ഹെയർ റൂട്ടിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. കെട്ടി സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് നിങ്ങൾ വെച്ചിരുന്നാൽ മതി. പക്ഷെ ഞാൻ സാധാരണ ഒരു മാക്സിമം ഒരു 30 മിനിറ്റ്സ്, അരമണിക്കൂർ ഞാൻ എന്തായാലും ഇത് ഹെയറിൽ അങ്ങനെ ലേ ചെയ്ത് വെക്കാറുണ്ട്. അതിനുശേഷം ഈ സമയം, അതായത് ഹെയറിൽ മാസ്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു 30 മിനിറ്റ്സ് വെറുതെ ഇരിക്കേണ്ട, വെറുതെ ആണല്ലോ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ഫേസിൽ ഒരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ സെൽഫ് കെയർ ഡേ എന്ന് വെച്ചാൽ ഹെയർ മാത്രമല്ല, ഞാൻ ഹോൾ ബോഡിയാണ് ഉദ്ദേശിച്ചത്. സോ ഹെയറിനായിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഫേസിന് വേണ്ടി ഞാനൊരു ഫേസ് പാക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്ടാൻ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്കാണ്. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്കും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. സോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നെക്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ബാക്കി വന്ന ഈ കുറച്ചുകൂടെ ഒരു പാക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് വെറുതെ കളയണ്ട, ഞാനിവിടെ കാലിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ കാലിലും കൂടെ ഇങ്ങനെ
അവിടെ ഇരിക്കട്ടെ, ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ഗെയിം ചേഞ്ചറായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ നാൽപ്പാമരാതി എണ്ണ. ഒട്ടുമിക്ക ആയുർവേദ ഷോപ്പുകളിലും അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിലും ആര്യവൈദ്യശാലയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന നാൽപ്പാമരാതി എണ്ണ. നമ്മുടെ കൈകാലുകളിലൊക്കെ ഉള്ള ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനും യൂത്ത്ഫുള്ളും ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സൂപ്പർ പ്രോഡക്റ്റാണ് ഈ നാൽപ്പാമരാതി എണ്ണ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഹോൾ ബോഡി ബ്രൈറ്റൻ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ, എല്ലാ ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും മാക്സിമം എല്ലാ ദിവസവും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ നാൽപ്പാമരാതി എണ്ണ എൻ്റെ ബോഡി ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരേക്കും വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഇട്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ എണ്ണയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ആക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ലൈക്ക് ബോഡിയിലുള്ള ടാനെല്ലാം മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനും. ഞാനിപ്പം ഹോൾ ബോഡി അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൈമുട്ടിൽ, കാൽമുട്ടിൽ, കഴുത്തിൻ്റെ പുറകിലൊക്കെ ഈ എണ്ണ യൂസാക്കി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ചിലവർക്ക് കരിവാളിപ്പൊക്കെ ഈ പറയുന്ന ഏരിയാസിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ല ലൈറ്റനാക്കാനും ബ്രൈറ്റനാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഈ പറയുന്ന നാൽപ്പാമരാതി കേര. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം കയ്യിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണ്ട, ബിക്കോസ് ഇത് അല്ലേ ഗൈസ്, ഇത് നെയിൽ ആർട്ട് ചെയ്തേക്കുന്നതാണ്. ഇനി കയ്യിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ കാലിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. സോ ഇന്നത്തെ എൻ്റെ സെൽഫ് കെയറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഞാൻ ദേ ഇങ്ങനെ കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരിൽ കാണുന്നൊരു മിസ്റ്റേക്കാണ്, നന്നായി മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഹെയർ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് നമ്മൾ അപ്ലൈ ചെയ്ത ഈ പറയുന്ന മാസ്കും കണ്ടീഷണറൊക്കെ ഇങ്ങനെ ഹെയറിൽ നിന്ന് വരുന്ന രീതിക്ക് നന്നായിട്ട് ഇങ്ങനെ ഹെയർ ഇട്ട് ഉരയ്ക്കുന്ന രീതിക്ക് ഹെയർ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഫേസ് നല്ല രീതിക്ക് ആ ഫേസ് പാക്കൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഫേസിൽ ഞാൻ സോപ്പ് അപ്ലൈ ചെയ്യില്ല, ബിക്കോസ് ഫേസിൽ സോപ്പ് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല ഗൈസ്. ഇങ്ങനെ കൈ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ നല്ല അബ്സോർബ് ആയിക്കോളും. സോ ആ സമയത്ത് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി 10% ഫേസ് സിറമാണ്. സോ ഇത് ഞാൻ റീസെൻ്റായിട്ട് എൻ്റെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. സോ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാലല്ലേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഞാനത് റിവ്യൂ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. സോ ഫേസിൽ ഈ ഒരു സിറം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. സോ ഓൾറെഡി എൻ്റെ ബോഡിയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുളിച്ച ഉടനെ തന്നെ ആ ഒരു നനവോട് കൂടിയാണ് ഞാൻ ബോഡി ലോഷൻ എൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഈ പറയുന്ന വൈറ്റമിൻ സി സിറം കൂടെ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു സെൽഫ് കെയർ ഡേ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരേക്കും ടാറ്റാ.